ഹായ് വെൽക്കം ടു അവർ ചാനൽ AthAash വ്ലോഗ്സ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മാരേജ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കും അതിന് ചേരുന്ന ഒരു ഔട്ട്ഫിറ്റുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മെബിലിൻ സൂപ്പർസ്റ്റേയുടെ ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ കൈ കൊണ്ടാണ് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ലൂസ് പൗഡർ ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ഐബ്രോസും ഞാനൊരു ഡാർക്ക് ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐഷാഡോ ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് കൊടുക്കുന്നില്ല. ഐസിന് മുകളിൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു ഗോൾഡ് ഐഷാഡോ ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നർ കോർണറിൻ്റെ അവിടെ നിന്ന് മിഡിൽ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഐലൈനർ ഉപയോഗിച്ചിട്ട് രണ്ട് ഐസും ഇങ്ങനെ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു ഐക്കോണിക് കാജൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഐഷാഡോ ഉപയോഗിച്ചിട്ട് ഐസിൻ്റെ മുകളിലും താഴെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ മെബിലിൻ കൊളോസൽ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനൊരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കളറ് വന്നിട്ട് ഒരു റെഡും പീച്ചും കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു കളറാണ്. ഇത് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കുന്നതും. അപ്പം ഞാൻ ഇയറിംഗ് ഒക്കെ ഇട്ടിട്ട് വന്നു. അതുപോലെ ഞാനൊരു ഐലാഷസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിന് പറ്റിയൊരു ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കാം. ഒന്നിക്ക് നിങ്ങൾക്ക് ഫ്രീ ഹെയർ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ടപ്പേര് കെട്ടി മുല്ലപ്പൂ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂ ഹെയർ റൂട്ടിൽ നിന്ന് വന്ന ഹെയറൊക്കെ ഇങ്ങനെ കേളി ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഇവിടെ ഒരു പാനാസോണിക്കിൻ്റെ ഒരു അയണിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് HV20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയണിങ് മെഷീനാണ്. അപ്പം ഞാനിവിടെ ഈ കേളി ആയിട്ടുള്ള ഹെയർ ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഹെയർ കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വോളിയം തോന്നാൻ വേണ്ടിയിട്ട് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന്
ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് ടിക്ടോക്ക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബണ്ണ് ഉപയോഗിച്ചിട്ട് ബാക്കി ഹെയറിന് ഞാനൊരു ബണ്ണ് ഉപയോഗിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോണി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ബാക്കിലായിട്ട്. ഇവിടെ കുറച്ച് ലൂസാക്കി കൊടുക്കണം. ഞാനൊരു ഡോണറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുൾ ഹെയറിനെ ഞാൻ ഈ ഡോണറ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ബാക്കി എക്സ്ട്രാ ഹെയറിനെ ഞാനൊന്ന് ബ്രെയ്ഡ് ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ചുറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ബ്രെയ്ഡ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. പിൻ ഉപയോഗിച്ചിട്ട് ഈ എക്സ്ട്രാ ഡോണറ്റ് വെച്ച ഹെയറിൻ്റെ താഴേക്ക് കിടന്ന ഹെയർ ഞാനൊന്ന് ഒന്ന് ബ്രെയ്ഡ് ചെയ്തതിന് ശേഷം ഒന്ന് വട്ടം ചുറ്റിച്ച് ഒരു യൂപ്പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മുല്ലപ്പൂ വെച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ അതെ ഇവിടെ കുറച്ച് മുല്ലപ്പൂണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ളതല്ല, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ച് ഇതുപോലെ ആവശ്യത്തിന് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കിപ്പം ഷോപ്പിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അത് അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂപ്പിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാരേജിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയറൊക്കെ ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഹെയറായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കേളർ ഉപയോഗിച്ചിട്ട് കേൾ ചെയ്തിട്ട് ജസ്റ്റ് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹെയർ ഞാൻ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഹെയർ സ്റ്റൈൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡ്രസ്സ് വന്നിട്ട് പത്തനംതിട്ട ശ്രീവത്സം എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് സ്കേർട്ടും ടോപ്പുമാണ്. ഇപ്പോൾ ഇതിന് രണ്ടും ബ്രൊക്കേഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ടോപ്പ് വന്നിട്ട് 1 മീറ്ററും അതുപോലെ സ്കേർട്ട് വന്നിട്ട് ഒരു 4 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഈ ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ സിബ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് ഒന്നെങ്കിൽ പ്ലെയിൻ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ
ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാരേജ് ഗസ്റ്റ് മേക്കപ്പിനൊക്കെ പോകുമ്പം പറ്റിയ ലുക്കാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് പുട്ടപ്പ് ചെയ്ത് ഇതുപോലെ ഫ്ലവർ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹെയർ ഇടാം, അതല്ല നിങ്ങൾക്ക് ബ്രെയ്ഡ് ചെയ്തിടാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഹെയർ സ്റ്റൈല്. നമ്മൾ ഫ്രണ്ടിൽ ക്രൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഓരോ സ്ട്രാൻഡായിട്ട് എടുക്കുക. ഫസ്റ്റ് സ്ട്രാൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രാൻഡും എടുക്കുക. ഈ ഫസ്റ്റ് സ്ട്രാൻഡിനെ സെക്കൻഡ് സ്ട്രാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ സ്ട്രാൻഡും എടുത്ത് താഴേക്ക് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്ത് പോവുക. എന്നിട്ടൊരു ടിക്ടോക്ക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡ് ഇതേപോലെ തന്നെ ഞാൻ ബ്രെയ്ഡ് ചെയ്തൊന്ന് ഒരു ടിക്ടോക്ക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ള് ഹെയറിനെ ഞാൻ ഇതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ബ്രെയ്ഡ് ചെയ്ത് താഴേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല ഇങ്ങനെ പോണിറ്റെയിൽ പോലെ ഇങ്ങനെ കെട്ടിയിടാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് ഹെയർ ഇതുപോലെ തന്നെ ബ്രെയ്ഡ് ചെയ്തതിന് ശേഷം ഒരു ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്യുക, അതല്ല പോണിറ്റെയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹെയർ സ്റ്റൈല്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ബ്രെയ്ഡ് ചെയ്ത് മുല്ലപ്പൂ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ച രണ്ട് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പത്തനംതിട്ട ശ്രീവത്സത്തിൽ നിർത്താൻ ഇതൊരു സ്കേർട്ടും ടോപ്പുമാണ്. കോൺട്രാസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ബ്രൊക്കേഡാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അത് നിങ്ങൾക്ക് പ്ലെയിൻ ആണ് താല്പര്യം എങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വന്നിട്ട് രണ്ട് ബ്രൊക്കേഡാണ്, സ്കേർട്ടും ടോപ്പും. ഒരു ഗ്രീൻ കളർ ബ്രൊക്കേഡ് സ്കേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പിങ്ക് ഒക്കെ ചെയ്യുന്നിട്ടുണ്ട് ഒരു ബ്രൊക്കേഡാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.